ആ കൊറേ ദിവസമായില്ലയോ തിരിച്ചിട്ട്. എനിക്കാണെങ്കിൽ വന്ന് വണ്ടിയൊക്കെ ഒന്ന് സ്റ്റാർട്ടാക്കി ഒന്ന് കേറിയൊക്കെ ഇരുന്ന് എന്നാലേ ഒരു റിലാക്സേഷൻ ഉള്ളു. ട്രിപ്പ് കഴിഞ്ഞാൽ വണ്ടി ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത്, വണ്ടിയും വീടും. അപ്പൊ ഗൈസ് ഇന്ന് റെസ്റ്റ് ഇല്ലെന്ന് നിങ്ങൾ വിചാരിക്കും. ഇന്ന് എനിക്ക് പോസ്റ്റ് ഓഫീസിലൊക്കെ ഒന്ന് പോകണം. പിന്നെ വീട്ടിൽ എന്തെങ്കിലും വെക്കാന്ന് വിചാരിച്ചാൽ വീട്ടില് ഒന്നുമേ ഇല്ല, എല്ലാം കാലി. നമ്മൾ ട്രിപ്പ് പോകുന്നതുകൊണ്ടൊന്നും. അതിന്റെ ലക്ഷദ്വീപ് ഇത് അടുപ്പിച്ചടുപ്പിച്ചായതുകൊണ്ടും നമുക്ക് പിന്നെ സാധനങ്ങളൊന്നും വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. അതെ. അപ്പം എന്തായാലും ഇന്ന് സാധനം വാങ്ങണം. എനിക്ക് പോസ്റ്റ് ഓഫീസിൽ പോകണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഗൈസ്. അതിനിടയ്ക്ക് സിനിമകളൊക്കെ ഇറങ്ങി. സിനിമകളൊന്നും കണ്ടില്ല. ഏതെങ്കിലുമൊക്കെ പടം കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. സാർ ബാക്കി പോകും സാർ, പ്ലീസ് സാർ. യെസ് സാർ. ഞാൻ വരൂല മേൻ. എല്ലാവർക്കും ഒരു ഉമ്മ കൊടുത്തേ. ഉമ്മ. അപ്പൊ നമുക്ക് ചോറ് തരും കേട്ടോ. കാണിച്ചു കൊടുത്ത ചോറങ്ങ ചോറ് വരുവാണേ നമുക്ക്. അച്ഛനെ ഇപ്പൊ ഇങ്ങനെ കേട്ടോ ചോറ് വരും കേട്ടോ. പുള്ളി കയ്യിന്ന് ഇങ്ങനെ പിച്ചി, അതെന്തോ മാജിക് കൈ. അതിൽ നിന്ന് ബിരിയാണി മന്തിയൊക്കെ വരും. അപ്പൊ നമ്മളങ്ങനെ അടുത്ത് വരുന്ന മതി. അപ്പൊ ഇങ്ങനെ അവരെ അടുത്ത് അങ്ങനെ ആ നമ്മള് വിശക്കുന്നുണ്ട് ചിലപ്പോ വിശക്കുന്നു. പോവാം ഗൈസ്. ഫസ്റ്റ് നമുക്ക് പോസ്റ്റ് ഓഫീസിൽ പോവാം. റിഫ്രഷ് ആക്കാൻ കോക്കനട്ട് 9 ആണേ. ഇപ്പൊ നല്ല പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ സ്ട്രോ ഒക്കെ മാറ്റി കേട്ടോ. ഇപ്പൊ എല്ലായിടത്തും പേപ്പർ ആക്കി. ദാറ്റ് ഗുഡ് തിങ്ക്. ഇല്ലാമ്പോ എന്നാ ഇത് എന്താ ഇച്ചിരി കുടിച്ചിട്ട് അമ്മ എടുത്ത് പോണേ. സ്ട്രോ ആണല്ലേ. ഇനി കുറച്ച് നാടൻ ഭക്ഷണമായാലോ. അപ്പം പറഞ്ഞിട്ടുണ്ട്, താറാവ് റോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. വിശന്നും കൂടി ഇരിക്കും കേട്ടോ. ആഹാ എടാ മീൻകറി അടിപൊളിയാടാ. അങ്ങനെ ഉണ്ട്. കുരുമുളകാടാ, ഉണ്ടമുളക്. അതാ ഞാൻ മുളകിന്റെ ഒരു മണം. ഞാനാണേ വല്ല മരത്തിന്റെ മണ്ടയിലോ വല്ല കൂര കെട്ടി വല്ല താമസിക്കാൻ പോവാ. അവിടെ നല്ല തണുപ്പാന്ന് പറയുന്നത്. നീ അല്ലേലും കുളിക്കാറില്ലല്ലോ. എന്തോന്ന് വേണം താത്തേ. അങ്ങനെ നമ്മള് വീട്ടില് സാധനങ്ങളൊക്കെ വാങ്ങി വന്നു. അമ്പുനെ കുളിപ്പിക്കുന്നേടാ അതാ വേറെ ഒന്നിട്ട് ഉണക്കുന്നേണാ. ഇത് കുളിപ്പിച്ചിട്ട് എങ്ങനെ പോയാലും കൊറേ മാസമായി. കത്ത 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 അടി മറ്റേത് കാണിച്ചോറി. കത്ത 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 കത്ത. നമ്മളെ വെച്ചോട്ടല്ലോ, നമ്മളെ കൈ പിടിക്കാതെ സ്റ്റെപ്പ് ഇറങ്ങൂല. അല്ല അവിടെ നിക്കത്തേ നമ്മളെ അടുക്കള ഭാഗത്തൊക്കെ എന്തൊരു തണുപ്പാടാ. ഇവിടെ നല്ല രസം നിക്കാൻ. ഇതൊരു ചൂടാണ് ഗൈസ്. ഇപ്പഴാണ് നമുക്ക് വല്ല കാശ്മീർ വല്ലതും പോവായിരുന്നില്ലേ. റോഡ് ട്രിപ്പ് അടിച്ച് സഹിക്കാൻ പറ്റാത്ത ചൂടാ. വീട്ടിനകത്തിരുന്നാലും പുഴുങ്ങുക. നിന്റെ മോൻ എന്തുവാടി ഈ ചൂലിനോടൊക്കെ ഇത്ര പ്രണയം? അല്ല ഞാൻ അറിയാൻ വരാന്നിട്ട് ചോദിക്കുക. അയ്യേ ചൂല് വെയിടാ ചൂല് വെയിടാ. കേറാ വീട്ടിൽ കേറാ. നമ്മളെ കരിവേപ്പില നോക്ക്. എന്റെ മോനെ എത്ര കിട്ടിയതായി വളർന്നു കേട്ടോ. നല്ല കരിവേപ്പില. ഇനി നമുക്ക് കരിവേപ്പിലേക്ക് എങ്ങും പോണ്ട കേട്ടോ. 2 മൂടും നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇല്ലേ പോകത്തില്ല. നമ്മൾ അവക്കാടോ എവിടെ? അവക്കാടോ ഇതായിരുന്നു കേട്ടോ. അവക്കാടോ പോയി. നാളെ നമുക്കൊരു ചെറിയൊരു യാത്രയുണ്ട്. സോ അതിനു മുമ്പ് നമ്മൾ ഫോർച്യൂണറിലായിരിക്കും പോകുന്നത്. സാധനം നമ്മൾ എടുത്തിട്ട് എത്ര നാളായി. എല്ലാവരും വണ്ടി ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടോ. എൻ്റെ അടുത്ത് കാണുമ്പോൾ ചോദിക്കാറുണ്ട്. ചിലർക്ക് ചോദിക്കും വണ്ടി കൊടുത്തോന്ന് ചോദിക്കും. ഞാൻ വന്ന ഉടനെ മൃദുലടുത്ത് പറഞ്ഞു, മൃദുലേ മീൻകറി മസ്റ്റ് സാധനം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ മാളിൽ പോയിട്ട് നല്ല അടിപൊളി ചെങ്കലവ. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത്? നമ്മുടെ ചെങ്കലവ അല്ലല്ല ഇതല്ലേ സ്നാപ്പർ എന്ന് പറയുന്നത്? സ്നാപ്പർ ഇതല്ലേ? ഓക്കെ മണ്ടത്തരങ്ങളാണെന്ന്. ചെമ്പാവരി ചോറൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിന് വേറെ പേരുണ്ട്.
ചെമ്പല്ലി എന്താണെന്ന് എനിക്ക് അറിയില്ല ഗൈസ്, നിങ്ങൾ താഴെ കമന്റ്. ചെമ്പല്ലി അല്ല. അപ്പോൾ മീൻകറിക്ക് എന്താണ് വേണ്ടത്? ആദ്യം നല്ല അടിപൊളി ചുമന്നുള്ളി ദേ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല നമ്മുടെ തോരൻ ദേ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താണ്? ഇതാണ് നമ്മുടെ ആവോലി ഫ്രൈ ചെയ്യാന്ന് കറി അതുണ്ട്. അപ്പൊ ആവോലി നമ്മള് ഫ്രൈ ചെയ്യാന്ന് വിചാരിച്ചു ഗൈസ്. പോടാ റൂമിൽ പോടാ. ഇതൊക്കെയാ പരിപാടി. ഇത് തുറന്ന് കുക്കർ എടുക്കുവേ, പക്ഷെ കുക്കർ വെയിറ്റ് ആവുന്ന താങ്ങാൻ പറ്റത്തില്ലേ, വിളിക്കും. താങ്കൾ ജോലിയും വരണോ? ചൂയിങ്ങ ചവച്ചോണ്ട് ഇവിടെ ഇരുന്ന് ഞാൻ അങ്ങനെ എടുത്തു പറഞ്ഞ വായിലിട്ടു. നമ്മള് എപ്പോഴും യൂസ് ചെയ്യുന്ന ചൂയിങ്ങ ഇതാണ് കേട്ടോ, നിങ്ങളൊന്ന് വായിച്ചു. ഇത് ഷുഗർ ഫ്രീ ആണ്. അതുപോലെ ഇത് എത്ര നേരം 0 ഷുഗർ ആണെങ്കിൽ പോലും ഇത് കുറേ നേരം ലോങ് ലാസ്റ്റിംഗ് ആണ്. ചവച്ചാലും നമുക്കൊരു മധുരിപ്പ് ഇതിന് കാണും, മടുക്കത്തില്ല, ഒരു റബ്ബർ ഫീൽ വരത്തില്ല. പിന്നെ ഒരു കാര്യം പറയാൻ വന്നതേ, ഇടയ്ക്കൊക്കെ ഒരു സ്കിൻ കോൺഷ്യസ് ആവുമല്ലോ, അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് തോന്നും. ഇടയ്ക്ക് മറന്നേ പോകും. അപ്പൊ തുടങ്ങാൻ പരിപാടി. ഇവിടെ ചട്ടി വെച്ചിട്ടുണ്ട്. പിള്ളേർക്ക് എന്തോടി മൃദുലി അലമാരി ഇതൊക്കെ തുറക്കാൻ ഇഷ്ടം. നമ്മളെ കൊണ്ട് പറ്റും ഒന്നുകൂടെ അമ്പൂനോ ഈ വിൻഡോ തുറന്നിട്ട് നല്ല ഞാൻ തുറന്നിടുവായിരുന്നു. ഞാൻ അപ്പുറത്തോട്ട് കുളിക്കാൻ പോയില്ലേ, കലാത്തി കാടായി അത്രയും തുറക്കാൻ പറ്റും. നമ്മളെ ബൊഗേമിൽ മൊത്തം കരിഞ്ഞ കേട്ടോ ഇല്ലേ, മൊത്തം പോയി. ഇത് നമുക്ക് 2 ആക്കാം. ആളെണ്ണം കൂടുമ്പോൾ നമുക്കിത് 4ഉം 5ഉം ആക്കാം. നമ്മളിപ്പോ 2 പേരെ ഉള്ളതുകൊണ്ട് 2 നേരത്തേക്ക് അതെ നമ്മൾ 2 ആക്കാം. ഒരു പീസ് ഒരു നേരത്തേക്ക്. ഉലുവ പൊട്ടട്ടെ. കൊച്ചുള്ളി ടൈം ഒരു കൊച്ചു സാധനം വന്ന് അടുത്ത് ഇപ്പോണ്ട്. ചുള്ളിയും ഒരു പച്ചമുളകും. ഇവളം പോതുമാ. നെക്സ്റ്റ് ഗായ്സ് നമ്മുടെ ആവോലി ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. നല്ല അടിപൊളി വെളിച്ചെണ്ണ. കരിയാപ്പില വെച്ചിട്ട് തന്നെ മണ്ടേ ബെഡ് ആട്ടോ. എനിക്ക് വൈ ഇതൊക്കെ എവിടുന്ന് പഠിച്ചതൊക്കെ. നിര കിടക്കുന്നുണ്ട്. ചിക്കൻ കറിക്ക് ഇടുന്ന പേസ്റ്റ് ആയിട്ട് ഇതിൽ ചതച്ചിടുവോ അരിഞ്ഞിടുവോ? ഫ്ലേവർ അറിയാൻ വെച്ച് ഞാൻ അരച്ചതാ. നെക്സ്റ്റ് നമ്മുടെ തക്കാളി പേസ്റ്റ്. ഒരു തക്കാളി പക്ഷെ കളറില്ലല്ലോ തക്കാളിക്ക് കൊണ്ടില്ലേ, ഒരു ചുമപ്പില്ല, പച്ച തക്കാളിയാണോ? അടുത്ത പുളിഞ്ചച്ചാറ്. പുളിഞ്ചച്ചാറ് ചൂടുവെള്ളത്തിൽ ഇട്ടത്. ഗൈസ് അടുത്തത് ഓപ്ഷണൽ ആണ്, കൊഞ്ചം തേങ്ങാപ്പാൽ. ഇനി എന്തായാലും ഇത്ര തേങ്ങാപ്പാലല്ലേ ഉള്ളൂ, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ തേങ്ങാപ്പാൽ മെല്ലെ. അയ്യോ താങ്കളാണോ ഇളക്കുന്നത്? ചൂട് എന്റെ പൊന്നട ഉവ്വേ. എരി 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 എരി. ഇനി മുഹൂർത്തമായി. താലി എടുക്ക് താലി. ഓക്കെ അടച്ചു വെക്കൂ. ക്ലോസ്. ഇനി അവര് കൊളാബറേഷൻ ആവട്ടെ ഗൈസ്. പാതി മീൻ താഴെ പോയി. എപ്പടി തരാമേ? യോ തരാമേ, എന്റെ കുഞ്ഞിന് തരാമേ. മുള്ളു നോക്കണേ. ഇത് മുള്ളില്ല, ചൂടുണ്ട് കേട്ടോ. തലയാട്ടിയെ കൊള്ളാം. ചീത്തയാണോ വിളിച്ചേ? കൊള്ളാൻ മടി. എന്റെ മോനെ ആവോലി തന്നെ കേട്ടോ ഗൈസ്. എന്റെ ദൈവമേ എന്തോ സോഫ്റ്റ് പൊള്ളി സാധനം ഗൈസ്. ഹേ ഗൈസ് ടേസ്റ്റ് ചെയ്യാം. ദേ മൃദുല ഇവിടെ ചട്ടിയോടെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മീൻ ഭയങ്കര പെട്ടെന്ന്. ഞാൻ വാലറ്റ് എടുത്തു കേട്ടോ മൃദുലേ. ആവോലി ഫ്രൈ സൈഡിലോട്ട് അങ്ങോട്ട് ഇരിക്കട്ടെ. സോ കുറച്ച് നമ്മുടെ പയറ് തോരൻ, വെജിറ്റബിൾസ് മുഖ്യമാണ്. പ്രോട്ടീൻ ആൻഡ്
കുറച്ച് അച്ചാർ സൈഡിലൊരു അലങ്കാരത്തിൽ ഇരുന്നോട്ടെ. ചൂടാണ് കേട്ടോ, ചൂട് ചൂട് ചൂട്. ഇച്ചിരി പയറ് തോരനും കരിവേപ്പില മാറാൻ കൊണ്ട് നമ്മുടെ ആവോലി പൊട്ടിക്കാം. ആവോലി അങ്ങോട്ട് പൊട്ടിച്ച് സ്കിന്ന് കണ്ടോ, ഇതിൻ്റെ സ്കിൻ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ചോറിൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് വെച്ച് ഇങ്ങനെ അങ്ങോട്ട് എടുത്തൊരു ഉരുള. പൊള്ളി സാധനം. ഇത് 2 മീനും പഞ്ഞി പോലെ സോഫ്റ്റാണ് കഴിച്ചു. നമ്മളെ കറി വെച്ച മീനും അതിൻ്റെ മുകളിലോട്ട് കൊണ്ട് വെച്ച് ഇച്ചിരി അച്ചാറും മേലിട്ട് കൊണ്ട് വെച്ച് ഒരു ഉരുള. ഇതിനകത്തൊന്നും മുള്ളില്ല. ഓക്കെ, കുത്തി കയറ്റി കൊടുക്കും ഞാൻ. അങ്ങനെ എങ്ങനെയുണ്ട്? സൂപ്പർ പൊള്ളി സാധനമല്ലേ? അമ്പൂട്ട് ഇഷ്ടപ്പെട്ടോ? നമുക്കിനി വണ്ടി എഴുതാം. ഞാൻ നമ്മളെ ഫോർച്യൂണറിനും 2നും ഇത് നേരത്തെ വാങ്ങിച്ച ഒരു കവർ വാങ്ങിച്ച കേട്ടോ. ഇത് മെറ്റലിൻ്റെ കേട്ടോ, അടിപൊളി സാധനം, നല്ല സ്ട്രോങ് ആണ്. അതിലൂടെ നമുക്ക് ലോഗയൊക്കെ നല്ല വിസിബിളായിട്ട് കാണാം. എത്ര ദിവസത്തിന് ശേഷം നമ്മുടെ ഡീസൽ വണ്ടി സ്റ്റാർട്ട് ആകുമ്പോഴൊരു സൗണ്ട് ഉണ്ടല്ലോ, ഇതിന് സൗണ്ട് കുറവാ. ഇപ്പോഴത്തെ ഡീസൽ വണ്ടിയൊക്കെ ഭയങ്കര റിഫൈൻഡ് അല്ലേ. പഴയതാ വണ്ടി ആകുമ്പോൾ ഈ സ്റ്റിയറിംഗ് ഒക്കെ കിടന്നൊരു കുലുക്കമൊക്കെ ഉണ്ട്. ഫുള്ള് അഴിക്കാണ്ട, ഇതെല്ലാം നമുക്ക് ഇറക്കണം. ബാക്കിൽ കുഴപ്പമില്ല. എന്തോ കുളിക്കുന്ന ഇഷ്ടമല്ല, കുളിക്കുന്നത് ഇഷ്ടമല്ല, വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമാണ്. ഇവിടെ ഭയങ്കര അഴുക്കാവൂടാ. അത് ഇവിടെ തോട്ടത്തിൽ നിന്നായിരിക്കും പൊടി വന്നിട്ട്, കാറ്റ് പൊടി അടിക്കുന്നതാ. ഇവിടെ ഭയങ്കര പൊടിയാ. വണ്ടിയൊക്കെ ഒരാളെ കിട്ടിയില്ല, പിന്നെന്താ വേണം? എടുത്തോണ്ട് പോയിന്റെ മോൻ നനയും. നനയിട്ട് എന്തായാലും അവനെ കുളിപ്പിക്കാനുള്ളല്ലേ. നോക്ക് വലിയ ബിസിയിലാണ് കേട്ടോ. ചൂട് നശിച്ച മൊത്തം മാറി. അടുത്ത അമ്പേ ഞാൻ പെരക്കേട്ട് കയറ്റി. ഒന്നിച്ച് പിടിച്ചു കഴിഞ്ഞാ പെട്ടെന്ന് തീരും. കുഞ്ഞിക്കൈ അമ്പ് മൊത്തം കുളിച്ചല്ലേ നീ? പദവാരി വായി വെക്കല്ലേ ചെറുക്ക. വെളി ഇറങ്ങുമ്പോ ചില നേരം ഒന്നും ചെയ്യത്തില്ല. ഹെൽപ്പ് ചെയ്യണോ? അച്ഛനെ ഹെൽപ്പ് ചെയ്യണോ? ആ ഓക്കെ 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 ഓക്കെ. നമ്മൾ ഈ ഇതിനകത്ത് സംഭവം എന്താ പറയുമ്പോൾ ഇവിടെ റബ്ബർ ആയതുകൊണ്ട് ഈ റബ്ബറിന്റെ പൂവുണ്ടല്ലോ, ഇത് മൊത്തം ഒരു സൈസ് പെയിന്റ് ഡാമേജ് ആക്കും കേട്ടോ. ഇനി തൊട്ട് ഫ്രണ്ടിൽ എന്തെങ്കിലും തുണി എടുത്തിടണം. കണ്ടോ ഇത് കണ്ടോ, ഇത് കണക്ക് കുത്താണ് മൊത്തം. ഒരു വണ്ടി എന്തി ചെറിയ വണ്ടി ബാത്റൂമിൽ കേറിയിട്ട് ചൂടുവെള്ളം ഒഴിച്ചാലേ കീറ്റില്ല. നോക്കണം നിൽക്കുന്ന ഇങ്ങനെ കുളിപ്പിക്കാം, അതാ സുഖം. ഇച്ചിരി സോപ്പ് വരുമോ? ഇത് മതിയോ? ഹേ ഗൈസ്, അപ്പോൾ നമ്മളിത് മലേഷ്യയിൽ നിന്നൊക്കെ വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ അതൊക്കെ കാണിച്ചത്. ഒരുപാട് സാധനമൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. വാങ്ങിക്കാൻ ഒന്നാമത്തെ കാര്യം അവിടെ ഭയങ്കര റേറ്റ് ആണ്. അതിനേക്കാളും അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഇവിടെ നാട്ടിൽ കിട്ടും. പിന്നെ ഒരു കാര്യം, നമുക്ക് വെയിറ്റ് കൂടുതലായിരുന്നു, ലഗേജ് കൂടുതലായിരുന്നു. നമ്മൾ പിന്നെ എക്സ്ട്രാ പേ ചെയ്യണമായിരുന്നു. വാങ്ങുന്നതും പോരാ, പിന്നെ അതിലും എക്സ്ട്രാ ചെയ്യണം. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചുള്ളൂ. അപ്പോൾ ഓരോന്നോരോന്നിട്ട് കാണിക്കാം. ഓരോന്നെടുക്കാം. ആദ്യം നമ്മൾ അമ്മയ്ക്ക് ഒരു ബാഗ് വാങ്ങിച്ചു കേട്ടോ. ഇതെങ്ങനെയുണ്ട്? സെറ്റ് അല്ലേ ഗൈസ്? ഒരു ടൈപ്പ് ഓഫ് മോഡൽ. ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടിന്യൂറ്റി വരുന്നത്, ഇങ്ങനെ സ്റ്റിച്ചഡ് അല്ല, ഈ ലെതറിൽ തന്നെ വരുന്ന ബാഗ് കേട്ടോ. ഇതെല്ലാം ഒരുപാട് സാധനങ്ങൾ കൊള്ളുകയും ചെയ്യും. അകത്ത് ഇഷ്ടംപോലെ ഓർമ്മയുണ്ട് കേട്ടോ. അകമൊക്കെ നല്ല സോഫ്റ്റ് ആട്ടോ, നല്ല അടിപൊളി മെറ്റീരിയൽ. ഇത് അമ്മയ്ക്ക് വാങ്ങിച്ചത് അല്ലേ? അങ്ങനെയില്ല, ഞാൻ 2 ബാഗ് വാങ്ങി. അതില് ഒന്ന് വല്യമ്മയ്ക്ക് അവൾ അമ്മയ്ക്കും വേണ്ടിട്ട് രണ്ടുപേർക്ക് ഏതാ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ അതെടുക്കുന്നത്. രണ്ട് മോഡലാ. അതെ, ഇത് ഒരു ബാഗ് ആട്ടോ, ഫുൾ ബാഗ് ആണ് കേട്ടോ. ഇതിങ്ങനെ വെക്കുക, ഇങ്ങനെ. ഇത് കൊള്ളാം. ഇത് ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രാപ്പ് ഒക്കെ വരുന്നുണ്ട്, കാണാൻ രസമുണ്ട്. അപ്പം ഇതാണ് ഐറ്റം. പിന്നെ എന്ത് വാങ്ങിച്ചാൽ നമുക്ക് വേണ്ടി നമ്മളൊരു സാധനം വാങ്ങിച്ചല്ലോ. ഞാൻ ഇതിട്ടതാ.
ദേ ഇത് കണ്ടോ, ഇത് വെറുത്ത് സാധനം കേട്ടോ. ഇത് നമ്മളിവിടെ എങ്ങനെ പോയാലും നമ്മൾ മറ്റേ പോർട്ടബിൾ ഫാന് എങ്ങനെ പോയാലും ഒരു 1000 രൂപ എങ്ങനെ പോയാലും ആവും. എന്റെ ഒരെണ്ണം ഉണ്ട്, പക്ഷെ അത് ഇങ്ങനെ കണക്ട് ചെയ്യണം. അതുമല്ല അത് ഭയങ്കര സൗണ്ടാ, ആ ഫാന് ഭയങ്കര സൗണ്ടാ. ഇത് സൈലന്റ് ആയി സാധനം. ഇത് ഭയങ്കര ലാഭം കേട്ടോ. അവിടുന്ന് എനിക്ക് ലാഭമായിട്ട് തോന്നിയത് ഈ ഒരു സാധനം. കാണാനും അടിപൊളി. ലൈറ്റ് കത്ത് ഇത് ഓണാക്കട്ടെ ആദ്യം. ഇത് ഓണാണേ, ചെറിയൊരു സൗണ്ടേ ഉള്ളൂ. സ്പീഡൊന്നും അല്ല, ഒന്നും കൂട്ടിയിട്ടില്ല. ഇത് ഡിസ്പ്ലേ ഉണ്ട്, ചെറിയൊരു ഡിസ്പ്ലേ ഉണ്ട്. നല്ല രസമുണ്ടോ ഇത്. അത് തന്നെ ഡിസ്പ്ലേ ലൈറ്റും ഉണ്ട്, ടൈപ്പ് സി ചാർജർ ഉണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ 400 രൂപയായിട്ടുള്ളൂ. വെറും 400. അതെനിക്ക് ഭയങ്കര വെർത്തായിട്ട് തോന്നി കേട്ടോ സാധനം. ഇതിന്റെ ഒരെണ്ണം നമ്മൾ വാങ്ങിച്ചോളൂ. എനിക്ക് ഇപ്പം തോന്നുന്നു ഒരു 2-3 വാങ്ങിച്ചിട്ട് വരാം. എവിടെ വാങ്ങാൻ സമ്മതിക്കാൻ, എനിക്ക് പിന്നെ വാങ്ങണമെന്നുണ്ടായിരുന്നു. ഞാൻ കണ്ടില്ലായിരുന്നു ഇത് നമ്മൾ മലേഷ്യയിൽ നമ്മൾ എവിടെ പോയാലും, നമ്മൾ ലക്ഷദ്വീപ് പോയപ്പോഴും നമ്മൾ ഈ ഒരു സാധനം ലക്ഷദ്വീപിന്റെ സാധനം ഫ്രിഡ്ജിൽ ഒട്ടിച്ചു. ഇത് നമ്മളെ മലേഷ്യയിലെ ഒരു ഐറ്റം ആണ്. എല്ലാം ഉണ്ട്. നമ്മുടെ കോലാലംപൂറിന്റെ മറ്റേ ട്വിൻ ടവർ ഉണ്ട്, പിന്നെ അവരുടെ ഫ്ലാഗ്, പിന്നെ അവരുടെ ചക്കയല്ലല്ലോ ഇതിന് പേര് ദുരിയൻ, അതുണ്ട്, എല്ലാം ഉണ്ട്. നമ്മളെ മുരുകന്റെ ടെമ്പിൾ ഉണ്ട്. ഇത് നമ്മള് മുരുകന്റെ ടെമ്പിളിന്റെ അവിടുന്ന് വാങ്ങിച്ചത്. അവിടുന്ന് നമുക്ക് ഇത് ഏകദേശം ഒരു 8 അറമ്പിന് കിട്ടി. പിന്നീട് നമ്മള് തമ്പുരൂരും ഒരു ബാഗ് വാങ്ങിച്ചു കേട്ടോ. തമ്പുരിന്റെ ബാഗ് അവിടെ. ഇതെങ്ങനെയുണ്ട് ഗൈസ്? നൈസ് അല്ലേ, അടിപൊളി ബാഗല്ലേ ഗൈസ്, അടിപൊളിയല്ലേ കാണാൻ. അതുപോലെ കിട്ടില്ല മെറ്റീരിയൽ ആയത്. അങ്ങനെ ഇടാം, കറക്റ്റ് വലിപ്പം. ഇങ്ങനെ ഇടാം അല്ലേ. സ്ലൈഡ്, കിടിപിടി വസ്തുക്കൾ, തമ്പുരിന് ബോ, ഇങ്ങനത്തെ കുറെ ഐറ്റംസ്. പിന്നെ വേറൊരു കാര്യം നമ്മൾ ഈ ബാഗ് വാങ്ങിച്ചിരിക്കുന്നത് മലേഷ്യയിൽ നിന്നാണ്. ഓക്കെ, പൊന്ന് ഗൈസ്, അവിടെ നമ്മൾ ബാഗ് ഒന്നും വാങ്ങിച്ചിട്ടുള്ളൂ. നമ്മൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചിട്ടുള്ളൂ. ഈ അത് പിന്നെ അല്ലാതെ ഫാൻ, കുറച്ച് സാധനങ്ങൾ. അല്ലാതെ ബാഗുകളെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. അമ്മയ്ക്കൊക്കെ വേണ്ടി വാങ്ങിച്ചാണ്. നമ്മളത് നമ്മുടെ കയ്യില് പിന്നെ ഇവിടെ നിന്നുള്ള കൊണ്ടുപോയ ക്യാഷ് നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷേ മെയിൻ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെ ലഗേജിന്റെ ഒരു പ്രശ്നം. അതൊരു വൻ അബദ്ധമായി പോയി. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ സാധനങ്ങളൊന്നും അവിടെ നിന്ന് കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതുകൊണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് വന്നിട്ട് വാങ്ങിച്ച് ഇതൊക്കെ അമ്മയ്ക്ക് കൊടുത്തിട്ടായിരിക്കും നമ്മൾ വീഡിയോ എടുത്തത്. അപ്പോഴാണ് അറിയത്തുള്ളൂ, എടാ പറ്റിച്ച മലേഷ്യന്ന് വാങ്ങിച്ചോണ്ടോന്ന് ബാഗ്. നിങ്ങളുടെ നമുക്ക് പറയുന്നത് അതെ, ഗിഫ്റ്റ് ഈസ് ഗിഫ്റ്റ്. അത് മലേഷ്യ എന്ന് വാങ്ങിച്ചാലും നാട്ടിൽ നിന്ന് വാങ്ങിച്ചാലും ഗിഫ്റ്റ് ഈസ് ഗിഫ്റ്റ് ആണ്. പിന്നെ ഗൈസ് ഒരു കാര്യം പറയാൻ പറഞ്ഞു, എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു മലേഷ്യ എങ്ങനെ ചില എക്സ്പെൻസീവ് ആണോ എന്ന്. എക്സ്പെൻസീവ്, ചില സ്ഥലങ്ങൾ എക്സ്പെൻസീവ് ആണ്. നമുക്ക് ഈ ചില ഒരു വാച്ചൊക്കെ തന്നെ ലോക്കലാണെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ 4000 രൂപയൊക്കെ ആവും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് പല സ്ഥലങ്ങളും എക്സ്പെൻസീവ് ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ ഫുഡ് കഴിക്കണമെന്ന് കുറച്ച് ചീപ്പായിട്ട് കഴിക്കണമെങ്കിൽ നമ്മൾ ബുക്ക് ഇറ്റ് ബിഗ് ടൈം, അവിടെ അടിപൊളിയാണ് കേട്ടോ. പക്ഷെ എങ്ങനെ പോയാലും നമ്മൾ എത്ര രൂപ നമുക്ക് ചിലവായെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ പോയാലും ഫ്ലൈറ്റ് ടിക്കറ്റ് ഒരാൾക്ക്, എൻ്റെ ഒരു ഇത് വെച്ചാൽ ഒരാൾക്ക് നമ്മൾ മുമ്പേയൊക്കെ ബുക്ക് ചെയ്യണമെങ്കിൽ ഒരു 13,000 രൂപ, ചിലപ്പം 10 താഴെയും കിട്ടാൻ ചാൻസ് ഉണ്ട്. 10 താഴെ എന്ന് പറയുമ്പോൾ 8, 10, 12, 13 ആ ഒരു റേഞ്ചിൽ ഫെയർ എങ്ങനെ വല്ലതും ആവും. പിന്നെ നമ്മളെ വിസ ഓൺ അറൈവലാണ്, അത് നമുക്ക് അറിയാമല്ലോ. നമുക്കത് സൈറ്റ് വഴി വേണമെങ്കിലും അതിൻ്റെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട്. നിങ്ങൾ പിന്നെ വിസ ഓൺ അറൈവൽ കൺട്രീസിൻ്റെ അതെങ്ങനെ അവരുടെ സൈറ്റിൽ കയറി മലേഷ്യയിൽ കയറി നമ്മളെ ഹോട്ടൽ ബുക്കിങ്, അതുപോലെ തന്നെ നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്, ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വിസ ഓൺ അറൈവലാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ ഹോട്ടലൊക്കെ ഭയങ്കര ചീപ്പാന്ന് തോന്നുന്നു അല്ലേ. 5 സ്റ്റാർ ഹോട്ടലാണെങ്കിൽ ഹോട്ടലൊന്നും അത്ര വലിയ പ്രൈസൊന്നും ആവത്തില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ ഒരു 4000-5000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ 5 സ്റ്റാറിൽ റൂം എടുക്കാം. നമ്മുടെ നാട്ടിലെ കണക്ക് 5 സ്റ്റാറിൻ്റെ കണക്കത്തെ 32,000, 18,000 രൂപ, 14,000 രൂപയൊന്നും അവിടെ റൂംസിലൊന്നും ആവത്തില്ല. നമ്മൾ കൊണ്ടുപോയത് ക്യാഷായിട്ട് മാറിയത് ഏതാണ്ട് 30,000 രൂപയാണ് നമ്മൾ ക്യാഷായിട്ട് മാറിയത്. അപ്പം 30,000 മാറിയപ്പോൾ നമുക്ക് കിട്ടിയത് 1,300, 1,600, 1,500 അത്രയുണ്ട്. തിരിച്ചു കൊണ്ടുവന്നപ്പോൾ നമ്മളെ ചിലവായത് ഏതാണ്ട് 30,000 കൊണ്ടുപോയതിൽ നമുക്കൊരു 20,000 രൂപയും ചിലവായി. പക്ഷെ 20,000 രൂപ നമ്മൾ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കുകയും മീനിന്റെ എൻട്രി ടിക്കറ്റ് ഇല്ലേ അവിടെ ഒരു 3,800 രൂപയായി. അങ്ങനെയൊക്കെ തീർന്നു. പക്ഷെ നമ്മളൊന്നും ഷോപ്പ് ചെയ്തില്ല ആ പൈസക്ക്. ആ പൈസ അങ്ങനെ തന്നെ ഫുഡിന് തീർന്നു. ഏത് വഴിക്ക് തീരുന്നെന്ന് വെച്ചാൽ നമുക്ക് അറിയത്തില്ല. അത് നിങ്ങൾക്ക് പോകുമ്പോൾ മനസ്സിലാവും. നമുക്ക് എങ്ങനെയെങ്കിലും നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഒരു നേരം കഴിച്ചിറങ്ങുമ്പോൾ ഒരു 1000 രൂപയ്ക്ക് 800 രൂപയൊക്കെ ആവും. നല്ല ഫുഡ് നോക്കി എണ്ണയൊക്കെ ഉള്ളത് നമ്മുടെ ടേസ്റ്റിന് പിടിക്കത്തില്ല. ചാൻസ് ഉണ്ടെന്നല്ല അത്രയാവും. പാക്കേജിന് പോകണമെങ്കിൽ അത് കുറയും കേട്ടോ. കാരണം അവർക്ക് കുറച്ചും കൂടി എനിക്കൊന്ന് റേറ്റ് കുറഞ്ഞ് ഈ ഹോട്ടലും അതുപോലെ തന്നെ ഫ്ലൈറ്റും ബാക്കി എൻട്രി ടിക്കറ്റൊക്കെ നമ്മൾ എടുക്കുന്നതിനെക്കാട്ടിയും ഈ പാക്കേജ് എടുക്കുന്നവർ റേറ്റ് കുറച്ചാണ് നമുക്ക് തരുന്നത്.
അപ്പം പാക്കേജ് ത്രൂ എടുക്കുകയാണ് കുറച്ചും കൂടി ലാഭം. പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് പോവാണെങ്കിൽ കുറച്ചും കൂടി സ്ഥലം എക്സ്പ്ലോർ ചെയ്യാം. രണ്ടും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അവരുടെ പാക്കേജസിൽ കുറച്ച് സ്ഥലങ്ങളുണ്ട്. പക്ഷെ നമുക്ക് അതിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ എക്സ്ട്രാ നമ്മൾ ആ ദിവസം അവിടെ നിൽക്കണം. 2-3 ദിവസം അവിടെ നിന്ന് നമ്മൾ പഠിച്ച് കുറെ സ്ഥലങ്ങളിലൊക്കെ പോവാണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. ഇത് പിന്നെ പാക്കേജ് ആയിട്ട് പോകുമ്പോൾ നമുക്കൊരു സമയമൊക്കെ ഉണ്ട്. നമുക്കൊരു സമയത്തിനുള്ളിൽ നമ്മൾ തിരിച്ചു വരണം. കാരണം നമ്മളെ കൂടെ ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മൾ ഉള്ളൊരു സമയം നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു സമയം കറക്റ്റ് വന്നാൽ മാത്രമേ നമുക്ക് അടുത്തടുത്ത സ്ഥലങ്ങളിൽ പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ വെയിലിന്റെ ഒരു പ്രശ്നമേ ഉള്ളായിരുന്നു. പിന്നെ നമ്മൾ പോയപ്പോഴാണല്ലേ നമുക്ക് പരിചയമില്ലാത്ത കുറെ ആൾക്കാരോട് പോയി. പക്ഷെ തിരിച്ചു വന്നപ്പോ ഫാമിലി പോലെ ഇപ്പം നമ്മൾ ഒരിടത്ത് പോയിട്ട് വരും, അവര് വന്നില്ല, നമ്മുടെ കൂടെ ഉള്ളവരാ, ആ ഒരു സ്നേഹം കണക്ഷനും ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലുള്ള കാണുന്നവരെ ബൈ. ഗിഫ്റ്റും ഇല്ല, ഒരു തേങ്ങയില്ല, ഓടിക്കോ വേണ്ടാന്ന്.